നിങ്ങൾ അറിഞ്ഞ വാർത്തയാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ് കാലിഫോർണിയ സ്റ്റേറ്റിലുള്ള ഹോളിവുഡ് ഫാഷൻ സിറ്റി അവിടെ നടക്കുന്ന റയറ്റ്. ആ റയറ്റിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ പാരാമിലിറ്ററി ഫോഴ്സ്, അതായത് അവർ വരുന്നു, പോലീസ് മാറ്റി നിർത്തിയിട്ട് ഏകദേശം 2000-ഓളം മറൈൻസ് അവർ വരുന്നു. അതായത് ഇതിന് ഗ്ലോബലായിട്ട് വലിയ പ്രാധാന്യം കിട്ടി. എന്താണ് ഈ സംഭവം? ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ലോസ് ഏഞ്ചലസിൽ അവിടെ ഈ ചില ഭാഗത്ത് 2-3 ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആൾ, ഏകദേശം 40 മുതൽ 45-50% വരെ പല സ്ഥലങ്ങളിലും ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന മെക്സിക്കൻ, എസാൽവഡോർ, പെറു, അങ്ങനെ ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളിൽ നിന്നും, കാരണം കാലിഫോർണിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെക്സിക്കോയുടെ ബോർഡറാണ്. അപ്പം അവിടെ വന്ന ആൾക്കാരാണ് അവിടെ കൂടുതലും താമസിക്കുന്നത്. മനസ്സിലാക്കുക, ഇപ്പം ഇന്ത്യക്കാരും മറ്റുള്ള രാജ്യക്കാരും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ കല്യാണം നടത്തി മറ്റുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവരവിടുത്തെ സിറ്റിസൺഷിപ്പ് അങ്ങെടുക്കും. അതായത് ഡോക്യുമെൻറ്റഡ് അമേരിക്കൻസ് ആണ്. ഇത് അൺഡോക്യുമെൻറ്റഡ് ആയിട്ട് ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ കഴിയുന്ന ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ആൾക്കാരാണ് ഈ പറയുന്ന ലോസ് ഏഞ്ചലസ് സിറ്റിയുടെ പല ഭാഗത്തും താമസിക്കുന്നത്. എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, പേര് വിക്ടർ ജോർജ്. അപ്പോൾ വിക്ടർ ബേസിക്കലി ഈ ലോസ് ഏഞ്ചലസ് പോലീസിലെ LAPD പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസറായിരുന്നു. അപ്പോൾ വിക്ടറിനോട് ചോദിച്ചു എന്താണ് ഇഷ്യൂ ഇത്രമാത്രം ലോസ് ഏഞ്ചലസിൽ ഉണ്ടാകാനുണ്ടായ കാരണം. അപ്പം വിക്ടർ പറയുന്നത്, ഇപ്പോൾ ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന ഈ സിറ്റിയുടെ ഒരു ഏകദേശം പല ഭാഗങ്ങളിൽ ഇതേപോലെ ഈ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെ ആൾക്കാർ വളരെയധികമുണ്ട്. ഇവരധികവും ഈ അൺഡോക്യുമെൻറ്റഡ് ആയിട്ട് തന്നെ താമസിക്കാനാണ് ഇവർക്ക് താല്പര്യം. കാരണം ഇവർ ഈ പറയുന്ന പോലെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കാനോ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകാറില്ല. അതുകൊണ്ട് 10-20 വർഷമായിട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് താമസിക്കുന്നവർ പോലും ഉണ്ട്. അപ്പോൾ വളരെ കാലം മുമ്പ് വന്ന ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ, അപ്പോൾ അവരവരുടെ ബന്ധുക്കളെയൊക്കെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഈ പറയുന്ന സ്ട്രിക്റ്റ് ഇപ്പോഴാണ് ബോർഡർ സെക്യൂരിറ്റി ബോർഡറിലുണ്ടായത്. നേരത്തെ ഈ പറയുന്ന പോലെ വലിയ പ്രശ്നമൊന്നുമില്ല, ആൾക്കാരിങ്ങനെ ക്രോസ് ചെയ്യുക. അപ്പം എന്താണ് ഇതിൻ്റെ പിറകിലുള്ള സംഭവം? അതായത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇപ്പം കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് സ്റ്റേറ്റ് ആണ്, വലിയൊരു സ്റ്റേറ്റ് ആണ്. അവിടെ ഈ ഓരോ സിറ്റികളിലും പ്രത്യേക രീതിയിലുള്ള സാലറിയാണ്. ഇപ്പം ലോസ് ഏഞ്ചലസിൽ 1 മണിക്കൂർ ജോലി ചെയ്യുവാണെങ്കിൽ അവിടുത്തെ സിറ്റി അതോറിറ്റി പറയുന്നത് അവർക്ക് കൊടുക്കേണ്ട സാലറി എന്ന് പറയും, മിനിമം സാലറി ഏകദേശം $17.5. ഏകദേശം 1 മണിക്കൂർ. അപ്പോൾ 8 മണിക്കൂറാകുമ്പോൾ നിങ്ങൾ ഇത് സിമ്പിളി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 11,000-12,000 രൂപ വരികയാണ്. 8 മണിക്കൂർ, ഒരു ദിവസം 8 മണിക്കൂർ അവർ ജോലി ചെയ്യുമ്പോൾ, അതായത് ലീഗലായിട്ട് അവിടെ ജോലി ചെയ്യുന്നവർക്ക്. ഇല്ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്ത ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ ഇതിൻ്റെ പകുതിയും അല്ലെങ്കിൽ വളരെയധികം കുറച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള ഷോപ്പ്, മോളുകളും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നതിൽ 50-60% ഈ ഇല്ലീഗലായിട്ട് ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തവരാണ് ഈ ജോലി ചെയ്യുന്നത്. ഒന്നാമത് അത് ഗവൺമെൻറ്റിന്, അതായത് ഫെഡറൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും വലിയ നഷ്ടം. ഒന്നാമത്തെ കാര്യം, കാരണം അവിടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല, കാരണം പിന്നെ ടാക്സ് വെട്ടിക്കുന്നു. കാരണം ലോസ് ഏഞ്ചലസ് സിറ്റിയെ പറ്റി
ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്കൊക്കെ വായിച്ചറിഞ്ഞും കേട്ടിട്ടുള്ളതാണ്. പിന്നീട് അവിടെ ഈ ജോലി ഇല്ലാതെ ആകുമ്പോൾ അവിടെയുള്ള സിറ്റിസൺ അവർ ഈ ഹോംലെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പം ജോലി ആർക്കാ കിട്ടുന്നത്? ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നു. പിന്നീട് ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരുടെ മറ്റൊരു ബിസിനസ് എന്ന് പറയുന്നത് ഫെൻറ്റെയിൽ, അതായത് ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ഡ്രഗിൻ്റെ കച്ചവടമാണ് ഇവർ ഏറ്റവും കൂടുതൽ നടത്തുന്നത്. അപ്പം ഇത് മൾട്ടിപ്പിൾ ഫാക്ടറാണ് ഈ സംഭവം, ഒരു സംഭവമല്ല. ഒന്നാമത് ഏറ്റവും പ്രധാനമെന്ന് ടാക്സ് വെട്ടിക്കുന്നത്, രണ്ടാമത് അവിടെയുള്ള അമേരിക്കൻ സിറ്റിസൺ അവർക്ക് ജോലി കിട്ടുന്നില്ല, അവർക്ക് തൊഴിലില്ലാതാകുന്നു. അങ്ങനെ മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവരവിടെ ഏറ്റവും കൂടുതൽ ഡ്രഗിൻ്റെ പെഡലേഴ്സിൻ്റെ ക്രൈം ഏറ്റവും കൂടുതൽ കാണിക്കുന്നവരാകുന്നു. അതേപോലെ തന്നെ ഗൂൺസും പരിപാടികളൊക്കെ വല്ലാത്ത രീതിയിൽ ക്രൈമും ഈ സംഭവങ്ങളും ഇവരെ കൊണ്ടങ്ങ് പെരുകി. ഈ മൾട്ടിപ്പിളായിട്ടുള്ള ഈ ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന ലോസ് ഏഞ്ചലസ് സിറ്റിക്കകത്ത് ഇവർക്ക് ജോലി കൊടുക്കുന്ന പല കടകളിലും ഷോപ്പുകളിലും മാളുകളിലും റെയ്ഡ് നടത്തി. അതായത് അവരെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി പല ആൾക്കാരെയും പിടിച്ച് അവരെയൊക്കെ ഡീപ്പോർട്ട് ചെയ്തു. ഇതേപോലെയുള്ള സംഭവം 2 ആഴ്ച മുമ്പ് ഷിക്കാഗോയിൽ നടന്നു. അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ട്രംപിനെതിരെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ പിറകിൽ എന്താണ് സംഭവം, അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. ഈ കാലിഫോർണിയയിൽ പല സിറ്റികളിലുണ്ട്, ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോ, അങ്ങനെ പല സിറ്റികളുണ്ട്. അപ്പം ഇവിടുത്തെ എല്ലാം വേതനമെന്ന് പറയുന്നത് ഇതേ രീതിയല്ല. ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഏകദേശം $18-19, ഇവിടെ 17, മറ്റു പലയിടത്തും പല രീതിയിലുള്ള വേരിയേഷൻസും ഉണ്ട്. അതൊരു ഭാഗത്ത്. മറ്റൊരു സംഭവം, ഇല്ലീഗൽ ഡോക്യുമെന്റ്സ് കിട്ടി അമേരിക്കയിൽ താമസിക്കുന്നവർക്ക് അവർക്ക് ഈ പറയുന്ന പോലെ അവിടെ വാഹനം വാങ്ങാനും മറ്റു ഇതെല്ലാം ഇല്ലീഗലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രമാത്രം ഇല്ലീഗലായിട്ട് സംഭവങ്ങൾ ചെയ്യുമ്പോൾ വലിയൊരു സ്റ്റേറ്റ്, വളരെയധികം പ്രൊഡക്റ്റീവായിട്ടുള്ള കാലിഫോർണിയ സ്റ്റേറ്റിന് അവിടുത്തെ സ്റ്റേറ്റിനും ഫെഡറലിനും കിട്ടുന്ന വലിയ ശതമാനം ടാക്സ് കാണാനില്ല, അതായത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഭരിക്കുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഡെമോക്രാറ്റ്സ് ആണ്, അതായത് ട്രംപിനെതിരായിട്ട് നിൽക്കുന്ന പാർട്ടിക്കാരാണ്. കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷനിലാണ് ട്രംപിന് കാര്യമായ വോട്ടുകൾ അവിടെ നിന്ന് കിട്ടിയത്. ഇതും ഒരു പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ കാലിഫോർണിയയിലുള്ള പല ബിസിനസ്സുകാർക്കും, അതായത് പല ബിസിനസ്സുകാർക്കും അവിടെയുള്ള ജനങ്ങൾക്ക് ട്രംപിനൊക്കെ വോട്ട് ചെയ്തവരുടെ അവരുടെ ഒരു ഡിമാൻഡായിരുന്നു. കാരണം അവിടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല. കാരണം അവിടെയുള്ള ഷോപ്പ് ഓണേഴ്സും എല്ലാവരും ഈ വേതനം വളരെ കുറച്ച് കൊടുക്കുന്ന, അതായത് അവർക്ക് ക്യാഷായിട്ടാണ് കൊടുക്കുന്നത്, അവരോടാണ് കൂടുതൽ താല്പര്യം. അവിടെയുള്ള മറ്റു സിറ്റിസൺ, ഒറിജിനലായിട്ടുള്ള അവിടുത്തെ സിറ്റിസൺ, അവിടെ വന്ന് താമസിക്കുന്നവർ, ജോലി ചെയ്യുന്നവർക്കും, കാരണം അവർക്ക് ഇത്ര രൂപ വെച്ച് കൊടുത്ത് ഇത്ര ഡോളർ വെച്ച് കൊടുത്തിരിക്കുന്ന മാൻഡേറ്ററി, അത് ഗവൺമെൻറ് അവർ അക്കൗണ്ടിലോട്ടാണ് പോകേണ്ടത്. കാരണം അതുകൊണ്ട് ഈ കടകളും ഷോപ്പുകളും മാളും അവിടെയുള്ള ഷോപ്പുകളെല്ലാം ജോയിൻ്റ് ആയിട്ട് നിന്ന് അവരെല്ലാം കൂടെ ചേർന്ന് എനിക്ക് വെട്ടിപ്പാണ് ട്രംപ് കയറി പിടിച്ചത്. ഇതാണ് ഈ ഇഷ്യൂ. ട്രംപിനും താല്പര്യമുണ്ട് കാലിഫോർണിയ തിരിച്ചു പിടിക്കണമെന്ന്. കാരണം റിപ്പബ്ലിക്കൻസ് അവിടെ സ്ട്രോങ് ആയിട്ട് വരണമെന്ന് അയാൾക്ക് താല്പര്യമുണ്ട്, അവരുടെ പാർട്ടിക്കാർ താല്പര്യമുണ്ട്. പിന്നോട് പിക്ചർ പറഞ്ഞത്, അതായത് എല്ലേപ്പടി പഴയ ഓഫീസർ പറഞ്ഞത്, അവിടെ ഈ പറയുന്ന 100-200 പേരേ ഉള്ളൂ ഈ പറയുന്ന പ്രതിഷേധം നടത്തുവാൻ വേണ്ടി. ഒരാൾ പോലും കൊല്ലപ്പെട്ടില്ല. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് പോലും പറയുന്ന പോലെ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡും ആയിട്ടില്ല. പക്ഷെ ട്രംപ് അതൊരു വലിയ ഇഷ്യൂ ആക്കി അങ്ങ് മാറ്റുമോ? കാരണം അയാൾക്ക് മറ്റുള്ള ഡെമോക്രാറ്റ്സ് സ്ട്രോങ് ആയിട്ടുള്ള ഇലിനോസ് ആണെങ്കിലും ന്യൂയോർക്ക് ആണെങ്കിലും മറ്റു പല ഭാഗത്തും ഇതേപോലെ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെ ഓടിക്കണം. അയാളുടെ അജണ്ടയുടെ ഭാഗമാണ്. അമേരിക്കൻസിന് ജോലി തിരിച്ചു കിട്ടണം. ഇതാണ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അജണ്ട. അതേപോലെ എലോൺ മസ്ക് ട്രംപിൻ്റെ ഇഷ്യൂവിൻ്റെ അകത്ത്, അതേപോലെ പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവരാൻ പോകുന്ന
ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞാൽ മെഗാ ബിൽ. ഇതിനകത്തൊക്കെ റിപ്പബ്ലിക്കൻസ് പാർട്ടിക്കകത്ത് വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്, അവരുടെ സെനറ്റും കോൺഗ്രസ് മെമ്പേഴ്സും ഒക്കെ. ഇങ്ങനൊരു സാഹചര്യം മുന്നിൽ നിർത്തി ഡെമോക്രാറ്റ്സ് ഇത് ഊതിപ്പെരിപ്പിക്കാനുള്ള പോസിബിൾ ചാൻസ് ഉണ്ട് എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത്. കാരണം ഇത് വളരെയധികം പൊളിറ്റിസൈസ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അമേരിക്കയിലുള്ള ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരിൽ വലിയൊരു വിഭാഗം ഡെമോക്രാറ്റിന് വോട്ട് ചെയ്യുന്നവരായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ട്രംപിന് വോട്ട് ചെയ്ത്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ അമേരിക്കയിൽ പലയിടത്തും പോയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സ്പാനിഷ് സംസാരിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബേസിക്കലി അവർ ഡെമോക്രാറ്റ്സ് ആണ്, സത്യമാണ്. പക്ഷെ ട്രംപിന് വോട്ട് ചെയ്തതിൻ്റെ കാര്യം ട്രംപ് ബിസിനസ്സുകാരന്, ഇവർക്കൊക്കെ ബിസിനസ് താല്പര്യം. കാരണം അവരുടെ തൊഴിലും ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ട്രംപ് വരണം. അതേപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് വലിയ രീതിയിൽ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും. പക്ഷെ പുതിയ കണക്ക് പുറത്തു വരുന്നു, ഈ പറയുന്ന ഇൻഫ്ലേഷനൊന്നും ഉണ്ടായില്ല, ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇതെല്ലാം ഒരു ട്രംപിന് പോസിറ്റീവായിട്ട് അമേരിക്കയിൽ പല കാര്യങ്ങളും അയാൾക്ക് അനുകൂലമായിട്ട് മാറാൻ തുടങ്ങി. ഒരു സമയം നമ്മൾ മനസ്സിലാക്കും, ട്രംപിൻ്റെ വായിലിരിപ്പും വിളിച്ചു പറയുന്നതൊക്കെ യാതൊരു കൺട്രോളും ഇല്ല. പക്ഷേ ഈ പറയുന്ന ബിസിനസ് കാര്യങ്ങളും മറ്റൊക്കെ സംഭവങ്ങൾ ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഈ ചൈനീസ് ഇഷ്യൂ ആണെങ്കിലും ടാരിഫ് ഇഷ്യൂ ആണെങ്കിലും മറ്റൊന്നിലും. ഇത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഡെമോക്രാറ്റ്സ് മുന്നിൽ കാണുന്നുണ്ട്. കാരണം മറ്റു പല സിറ്റികളിലും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. നേരത്തെ ട്രംപ് ഭരിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ജോർജ് ഫ്ലോയിഡ്, അതായത് ഷിക്കാഗോയിൽ അവിടുത്തെ പോലീസുകാർ ശ്വാസം മുട്ടിപ്പിച്ച് ഒരു കറുത്ത വർഗ്ഗക്കാരൻ ബ്ലാക്ക് അമേരിക്ക അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു. അന്ന് അമേരിക്ക മുഴുവനും പ്രശ്നമായിരുന്നു. സത്യമാണ്, അമേരിക്കയുടെ സ്ട്രീറ്റുകളാണെങ്കിൽ എല്ലായിടത്തും കറുത്ത വർഗ്ഗക്കാർ വലിയ ഇഷ്യൂ ആയി മാറി. പല ഭാഗങ്ങളിലും വൈറ്റ്, അതായത് വെളുത്ത വർഗ്ഗക്കാർ താമസിക്കുന്ന ആൾക്കാർ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാത്ത സാഹചര്യങ്ങളുണ്ടായി. അവരുടെ കടകൾ ലൂട്ട് ചെയ്യുന്നു, ബിസിനസ് സ്ഥാപനങ്ങൾ ലൂട്ട് ചെയ്യുന്നു. പബ്ലിക്കായിട്ട് പോലീസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയ, നാഷണൽ ഗാർഡ് വന്നിട്ട് പോലും കാര്യമായ മാറ്റം ഉണ്ടായില്ല. അവസാനം ഈ കറുത്ത വർഗ്ഗക്കാരുമായിട്ട് ചേർന്ന് നടക്കുന്ന ചർച്ചുകൾ, അതായത് ഈ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ ചർച്ചുകൾ ഇടപെട്ടിട്ടാണ് ഈ സംഭവം പെസിഫൈ ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന ഈ ലോസ് ഏഞ്ചലസ് ഇഷ്യൂവായി ബന്ധപ്പെട്ട് ലാറ്റിൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് ഈ പറയുന്ന പിന്തുണയൊന്നും കിട്ടുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. പിന്നെ അവിടെയുള്ള ചെറുതു പലുതായ കച്ചവടക്കാർക്ക് വളരെ ചീപ്പായിട്ട് ശരിക്കുമുള്ള വേതനം കൊടുക്കാതെ പകുതി വേതനം കൊടുത്ത് ഇല്ലീഗലായിട്ട് താമസിക്കുന്നവരോടാണ് താല്പര്യം. അവരുടെയൊക്കെ പിന്തുണ ഇവർക്കുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുവാണെങ്കിൽ ഒരു കാര്യമുണ്ട്, വളരെ കൃത്യമാണ്. ഞാൻ അതിന് അസംബിൾ ചെയ്ത് പറയാം. ഇന്ത്യയിൽ ഇവിടെ മിനിമം വേതനം സംഭവങ്ങളൊക്കെ പലതും ഉണ്ട്. പക്ഷേ ഇവിടെ ഇല്ലീഗലായിട്ട് വരുന്ന ബംഗ്ലാദേശ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവർക്കെതിരെ ഒരു നടപടിയൊന്നും എടുക്കുന്നില്ല കാര്യമായിട്ട്. ഇപ്പം ഇവിടെ 500 രൂപ വേതനം കൊടുക്കുന്ന ഒരു സിറ്റി, അവിടെ ഇല്ലീഗലായിട്ട് ഇപ്പം പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലീഗലാണ്, പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. അപ്പം അവർക്കിവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഈ 250 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ജോലി, ഇതാണ് സംഭവം. അതുകൊണ്ട് ഈ ശരിക്കുമുള്ള ഇന്ത്യക്കാർക്ക് ജോലി കിട്ടാതാകുന്നു. ഇത് തന്നെയാണ് അമേരിക്കയിൽ സംഭവിച്ചത്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഈ ബംഗ്ലാദേശിനെതിരെ ഇത്ര ശക്തമായ രീതിയിലുള്ള നടപടിയൊന്നും എടുക്കുന്നില്ല. രണ്ട് രാജ്യങ്ങളും മ്യൂച്വലായിട്ട്, കാരണം അവർക്ക് തൊഴിലില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ട്രംപ് ഈ കാര്യത്തിൽ അമേരിക്കൻ സിറ്റിസന്റെ കൂടാണ്. അത് റിപ്പബ്ലിക്കൻ്റെ അജണ്ടയും കൂടാണ് ഈ സംഭവം. ഇല്ലീഗലും അൺഡോക്യുമെന്റഡുമായിട്ടുള്ള അമേരിക്കയിൽ താമസിക്കുന്നവരെ പുറത്താക്കുക, അവർക്ക് ജോലി കൊടുക്കുന്നതും അവർ ജോലി ടാക്സ് വെട്ടിക്കുന്ന പരിപാടികളെല്ലാം നിർത്തലാക്കുക എന്നുള്ളത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിൻ്റെ അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷിക്കാഗോയിൽ നടന്നത്, മറ്റുള്ള അമേരിക്കൻ സിറ്റിയിൽ നടക്കാൻ പോവാണ് ഇതേപോലുള്ള റെയ്ഡ്. ഏതായാലും ഇതിനെ ഊതിപ്പെരിപ്പിക്കുന്ന അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. അമേരിക്കൻസ് ഇത് വലിയ കാര്യമായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ
എന്തെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ് അമേരിക്കയിൽ നടന്നാൽ അത് ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറും എന്നല്ലാതെ ഇതിന് യാതൊരു കഥയുമില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം.